ഹായ്, ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻസിൽ ഹോൾഡറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ട്, കാർഡ്ബോർഡ് ബോക്സ് ഇല്ലേ, ആ ബോക്സ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബാക്ക് അടിച്ചൊന്ന് കണ്ടു നോക്കിയാൽ മതി, അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പെൻസിൽ ഹോൾഡർ അല്ലെങ്കിൽ പെൻ ഹോൾഡർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനതിലേക്ക് ഇനിയിപ്പോൾ സിമ്പിളായിട്ട് കണ്ടപ്പോൾ എനിക്കിത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെയിൻറ്റ് കൊണ്ട് ഇതുപോലെ ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്. ആക്രിലിക് പെയിൻറ്റ് കൊണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം ഒരു കളർ പെയിൻറ്റ് ഞാൻ കൊടുത്തു. എന്നിട്ട് എനിക്കത് അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ വേറൊരു കളറും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കളർ ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വെറുതെ ഇങ്ങനെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നുകൂടി ഭംഗിയാക്കണം എന്നിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിന് ലീഫും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ പിങ്ക് ഫ്ലവർ, പിന്നെ ഒരു പർപ്പിൾ ഫ്ലവറാണ് ആദ്യം കൊടുത്തത്, പിന്നെ പിങ്ക് കൊടുത്തു. ഇതാ പിന്നെ യെല്ലോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സെൻട്രലായിട്ട്. ഇപ്പം നല്ല ഭംഗിയായില്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ലീഫും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് ഫാസ്റ്റായി പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ പെൻസിലും പെന്നൊക്കെ മിസ്സാക്കുന്ന കുട്ടികൾ തന്നെ ആയിരിക്കും അല്ലേ മിക്കവാറും. അതെന്താണെന്ന് വെച്ചാൽ അവർ കുഞ്ഞു കുട്ടികളല്ലേ, അവരെ പറഞ്ഞിട്ട് എന്തായാലും കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ പ്രായത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്കും നമുക്കും ഒക്കെ ഒരു സമാധാനമാണ് അല്ലേ. പെൻസിലൊക്കെ ഇതിൽ അടങ്ങിയിരുന്നോളും. പെൻസിലായാലും പെന്നായാലും ഇനി കളറായാലും എന്ത് വേണമെങ്കിലും ഇതിലിട്ട് വയ്ക്കുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഫൈനൽ റിസൾട്ട് ഇതാണ്. ഇനിയിപ്പോൾ ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് വയ്ക്കാം. എനിക്ക് ഒന്നും കൂടി ഭംഗിയാക്കണം തോന്നി, അതുകൊണ്ട് ഞാനൊരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ ക്രാഫ്റ്റാണ് വേണ്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.